ഹലോ കൂട്ടരെ, ഇന്ന് ഞാൻ ലക്ഷദ്വീപ് കാഴ്ചകൾ കാണിക്കാനായിട്ട് കൊണ്ടുപോകാം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അബുവിൻ്റെ ചേട്ടൻ്റെ വണ്ടിയിൽ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്ത് ഭംഗിയാ കാണാനല്ലേ. ഈ കാണുന്നത് ഒരു പഴയ കയർ ഫാക്ടറിയാണേ. പിന്നെ അവിടുന്ന് നേരെ പോണത് ഒരു ഹെലിപ്പാഡിലേക്കാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് മുഴുവൻ കടലാണ് ഈ കാണുന്നത്. ഇതൊരു സ്കാനിങ് സെൻ്ററാണ്. ഇത് സീ പ്ലാൻ അതുപോലെ ഹെലി സർവീസിൻ്റെ സ്കാനിങ് സെൻ്റർ കൂടിയാണ് കേട്ടോ ഇത്. അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഷീനുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇദ്രീസ് അതൊക്കെ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരികയാണ് കേട്ടോ. ഇനി എന്തെങ്കിലും വർഷങ്ങൾക്ക് ശേഷം അവിടെ പോകാനൊരു ചാൻസ് കിട്ടിയാൽ ഞങ്ങൾക്ക് പറയാലോ. ഇതിന്റെ പ്രോഗ്രസ് നടക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ബാക്ക്ഗ്രൗണ്ട് നീല കളറിലുള്ള കടലും ആകാശമൊക്കെ ആയതുകൊണ്ട് ഏത് ഫോട്ടോ എടുത്താലും നല്ല ഭംഗിയാണ്. ഈ കാണുന്ന പോലീസ് സ്റ്റേഷനാട്ടോ അവിടുത്തെ. ഈ കാണുന്നത് അവിടുത്തെ ഒരു ബോട്ട് ജെട്ടി, അവിടുത്തെ ജനങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു ബോട്ട് ജെട്ടിയാണേ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും ഒരു പ്രത്യേക ഭംഗിയല്ലേ. നോക്കിയേ, നല്ല നീല തന്നെ പല പല കളർ പോലെ നമുക്ക് തോന്നുക. ശരിക്കും ഗ്ലാസ് പോലെയാണ് കേട്ടോ. എന്തൊരു വൃത്തിയാ കാണാനും. അതായിരിക്കും ആളുകളെല്ലാം അങ്ങോട്ട് എപ്പോഴും പോകുന്നത്. പിന്നെ ആ നാട്ടിൽ പേടിക്കാനുള്ള പട്ടിയോ പാമ്പോ അങ്ങനത്തെ ഓരോ ഐറ്റംസും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നല്ല കരിയണ വെയിലൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇദ്രീസിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ കുറേ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസും ഇളനീരും അങ്ങനെ കുറേ ഐറ്റംസ്. ഇത് പെങ്ങളും മോളും ആണേ. ഈ മോള് ഞങ്ങളോട് ഭയങ്കര കമ്പനിയായി. നമ്മുടെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങളും മുറുക്കും കുഴലപ്പൊക്കെ തിന്നില്ലേ, അതേപോലെയാണ് ആ കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം. കണ്ടോ, അത് ഒരു തരം മീനാണ്. ഈ മീൻ എന്തോ പുഴുങ്ങിയിട്ട് അത് ഉണക്കിയെടുക്കും. എന്നിട്ട് അത് ആ കുഞ്ഞിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. കണ്ട, അത് ചമ്മന്തി അരയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ അതുകൊണ്ട് പറ്റും അത്രേ. പിന്നെ അവിടുത്തെ എല്ലാ വീടുകളിലും ഇങ്ങനെ കടപ്പ്ളാവ് കാണും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ലൈറ്റ് ഹൗസും സ്കൂളൊക്കെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ അതൊക്കെ കണ്ട് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞങ്ങളുടെ ടീ ടൈമാണ് ഈ കാണുന്നത്. ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ പോയിരുന്നിട്ടാണ് കഴിച്ചത്. ഇത് രാത്രിയിലെ ഫുഡാണ്. ചപ്പാത്തി, ഇത് മീനിൻ്റെ ഒരു തോരൻ, പിന്നെ ചിക്കൻ കറി. ഇതെല്ലാമാണ് ഞങ്ങളുടെ രാത്രിയിലെ മെനു ഉണ്ടായിരുന്നത്. ഈ വിശേഷങ്ങൾ ഇഷ്ടമായില്ലേ? അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, സി യു.